ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രീമദ് ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം എന്ന പ്രകരണ കൃതിയിൽ നമ്മൾ കഴിഞ്ഞ 27 ശ്ലോകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്നുള്ള 28ാമത്തെ ശ്ലോകമാണ്. യാവത് ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. ഇവിടെ പറയുന്നു, ഈ ലോകത്തെ കുടുംബ ജീവിതത്തിൻ്റെ ബന്ധവും അതിൻ്റെ അർത്ഥമില്ലായ്മയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. യാവത് ദേഹേ ജീവഃ നിവസതി താവത് ഗേഹേ കുശലം പൃച്ഛതി. യാവത് ദേഹേ ജീവഃ നിവസതി, എത്ര കാലം വരെ ദേഹത്തിൽ ജീവൻ നിവസിക്കുന്നുവോ താവത് ഗേഹേ കുശലം പൃച്ഛതി, അത്രയും കാലം വീട്ടിൽ കുശലത്തെ, വാർത്തയെ, നമ്മുടെ സുഖസൗകര്യങ്ങളെയൊക്കെ ചോദിക്കാൻ, കുശലാന്വേഷണം നടത്താൻ ആൾക്കാരുണ്ടാവും. ദേഹാപായേ വായോ ഗതവതി, ഈ ദേഹാപായത്തിൽ, ഈ ദേഹത്തിൽ നിന്ന്, ദേഹസംഘാതത്തിൽ നിന്ന് വായു പോയാൽ, അതായത് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തസ്മിൻ കായേ ഭാര്യാ ബിഭ്യതി, ആ ശരീരത്തെ, ആ ദേഹത്തെ ഭാര്യ പോലും ഭയപ്പെടുന്നു. ഇവിടെ പറയാണ്, അപ്പോൾ എത്ര കാലം വരെ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നുവോ അത്ര കാലം വരെയാണ് നമ്മുടെ കുശലാന്വേഷണവും സുഖവും സൗകര്യങ്ങളും എല്ലാം അന്വേഷിക്കുവാനുള്ള ആൾക്കാരും വ്യവസ്ഥകളൊക്കെ ഉള്ളത്. എപ്പോഴാണോ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പോൾ പിന്നെ ഇന്നലെ വരെ കുശലമന്വേഷിച്ച, സ്നേഹത്തോടുകൂടി പരിചരിച്ച, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി സേവിച്ച ആ ശരീരത്തെ ഇന്ന് ഭയത്തോടു കൂടിയാണ് കാണുന്നത്. ആര്? ഭാര്യ പോലും. ഇവിടെ ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ മാറ്റി മാറ്റി പറയാം. എന്തുകൊണ്ട്? ഭാര്യ ഭർത്താക്കന്മാരാണ് ഏറ്റവും അധികം അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ ശരീരം താതാത്മ്യം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നവരാണ്. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ശരീരമായിരുന്നാൽ പോലും ഇന്നലെ വരെ തൻ്റെ പതിയാണ്, തൻ്റെ ധർമ്മപതിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സേവനം ചെയ്ത് ശുശ്രൂഷിച്ച ആ പതിയുടെ ശരീരം പോലും ജീവൻ പോയി കഴിഞ്ഞാൽ കേവലം ശവമാണ്. പിന്നെ അതിനെ ഭയപ്പാടോടുകൂടി മാത്രമേ നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ദഹിപ്പിക്കുകയോ മറ്റോ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടാവുക. അത് വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കും ആഗ്രഹമില്ല. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് ദഹിപ്പിക്കേണ്ട, മരണം കഴിഞ്ഞാൽ ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നോട്ടെ എന്ന് ആരും പറയാറില്ല. എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള യഥാർത്ഥമായ ഭാവം എന്താണ്? ഈ ജീവശക്തിയാണ്. ഈ ജീവൻ ഉള്ളത് കൊണ്ടാണ്, ആ ജീവനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് യുക്തിപൂർവ്വം വിചാരം ചെയ്താൽ മനസ്സിലാവും. ഈ ശരീരത്തെ അല്ല. അപ്പോൾ ജീവനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ജീവനെ മറന്ന് ശരീര താതാത്മ്യത്തിൽ പെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തെറ്റായ വഴികളിലേക്കൊക്കെ പോകുന്നത്. നേരെ മറിച്ച് ശരീരത്തെ അല്ല, പരസ്പരം ജീവന്മാരാണ് സ്നേഹിക്കപ്പെടുന്നത്. ആ പരസ്പരം ജീവന്മാർ സ്നേഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ ജീവൻ ഏകമായ ഒരേ ഒരു ജീവശക്തിയിൽ നിന്നാണ് വ്യത്യസ്തങ്ങളായ ശരീരങ്ങളിൽ അത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ അത് ഏകമാണ്. ഏകമായതുകൊണ്ട് തന്നെ പരസ്പരം എപ്പോഴും സ്നേഹബന്ധത്താൽ എപ്പോഴും കുടികൊള്ളുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ശിവസ്വരൂപമായ ആ ജീവശക്തി നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ അതുവരെ ശിവസ്വരൂപമായിരുന്ന നമ്മൾ പിന്നെ ശവസ്വരൂപമായി മാറും. അപ്പോൾ ശിവസ്വരൂപമാണ് ജീവൻ. ആ ജീവൻ വിട്ടുപോകുമ്പോൾ പിന്നെ ശിവം ശവമായി മാറുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ അറപ്പോടുകൂടി നോക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ശരീരം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പല അഹങ്കാരങ്ങളും നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ ഇന്നയാളാണ്, ഞാൻ അതാണ്, ഞാൻ ഉയർന്ന ജാതിക്കാരനാണ്, ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ് തുടങ്ങിയിട്ടുള്ള ആ പലതരത്തിലുള്ള കോംപ്ലക്സുകൾ നമ്മൾ വെച്ച് പുലർത്തുന്നത്. അഭിമാനവും അപമാനവും ദുരഭിമാനവും ഒക്കെ എല്ലാം ഏതായാലും ഒരു രാജാവിൻ്റേതായാലും ഒരു ഭിക്ഷക്കാരൻ്റേതായാലും ജീവൻ പോയി കഴിഞ്ഞാൽ അത് ശവം മാത്രമാണ്, മറ്റൊന്നുമല്ല.
അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഈ ശരീര താതാത്മ്യത്തിൽ അമിതമായി അഹങ്കരിക്കാതെ, ഈ ശരീരത്തിൽ അമിതമായിട്ട് അഹങ്കരിച്ച് നശിക്കാതെ, ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ജീവഭാവം എന്താണ്? ജീവോ ബ്രഹ്മൈവ നാപരഹ എന്ന് ശാസ്ത്രം പറയും. ഉള്ളിൽ കുടികൊള്ളുന്ന ആ ജീവചൈതന്യം അത് സാക്ഷാൽ ബ്രഹ്മസ്വരൂപം തന്നെയാണ്, ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് ആ ജീവചൈതന്യത്തെ അറിഞ്ഞ്, അതിൻ്റെ ശരിയായ ഭാവത്തെ അറിഞ്ഞ്, നാശമില്ലാത്ത ജീവചൈതന്യമാകുന്ന ബ്രഹ്മചൈതന്യമാണ് ഞാൻ എന്ന് അറിയുകയാണ് ഓരോ വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും ബന്ധുജനങ്ങളുടെ കുശലാന്വേഷണവും, അതുപോലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ധാരാളം ബന്ധുക്കളുണ്ട്, എല്ലാവരും എന്നെ സ്നേഹിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള മിഥ്യാ അഭിമാനത്തിൽപ്പെട്ട് കാലം കഴിച്ച് അവസാനം മരിക്കുന്ന ഘട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഈ ബന്ധുജനങ്ങളും സുഖവും സമ്പത്തും പേരും പ്രശസ്തിയും ഒക്കെ ഈ ശരീരം ഈ ലോകത്ത് ജീവനോടുകൂടി നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ജീവൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരം മുഴുവൻ ഭസ്മീകൃതമായി മാറും. പിന്നെ ആ ജീവനാണെങ്കിൽ ആ ജീവൻ്റെ കൂടെ ഈ ബന്ധുജനങ്ങളോ സുഖമോ മറ്റ് സമ്പാദ്യങ്ങളോ പേരോ പ്രശസ്തിയോ ഒന്നും വരുന്നില്ല. ആ ജീവൻ്റെ പ്രയാണത്തിൽ പിന്നെ കൂടെ ഉള്ളത് നമ്മൾ ഈ ലോകത്ത് ചെയ്ത പുണ്യപാപങ്ങളുടെ സഞ്ചയം മാത്രമാണ്. ആ പുണ്യവും പാപവും നമ്മുടെ കൂടെ വരും, മറ്റെല്ലാം ഇവിടെ വെച്ച് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആ പുണ്യപാപങ്ങളുടെ സഞ്ചയത്തിൽ പുണ്യമാണോ നമുക്ക് വേണ്ടത്, പാപമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനപ്പുറം പുണ്യപാപങ്ങൾക്കുപരിയുള്ള ആത്മബോധത്തിലേക്ക് ഉയർന്നാൽ പിന്നെ ഒരു പോക്കും വരവും ഇല്ലാത്ത അവസ്ഥയെയും പ്രാപിക്കാം. ആ തലത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ പോലും പുണ്യം നേടുവാനുള്ള പരിശ്രമമെങ്കിലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. ഒരിക്കലും പാപസഞ്ചയത്തെ കൂട്ടിവയ്ക്കരുത്. കാരണം അതാണ് അവസാന ഘട്ടത്തിലും നമ്മുടെ ബന്ധുവായിട്ട് നമ്മുടെ കൂടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ കൂടെ വരുന്ന ബന്ധു ഈ പുണ്യപാപങ്ങളുടെ സംസ്കാരം മാത്രമാണ്. മറ്റെല്ലാ ബന്ധുക്കളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമാണ്. ഭാര്യയായാലും ഭർത്താവായാലും ശ്മശാനം വരെ, മക്കളായാൽ ശ്മശാനം വരെ. ഭാര്യയാണെങ്കിൽ വീട്ടിൻ്റെ ഉമ്മറപ്പടി വരെ, ശ്മശാനത്തിലേക്ക് പോകാൻ അധികാരമില്ല. മക്കളാണെങ്കിൽ ശ്മശാനം വരെ. മറ്റ് ബന്ധുക്കളൊക്കെ ആണെങ്കിലും ആ ശ്മശാനത്തിൽ ആ ശരീരം കത്തി കഴിയുന്നത് വരെ. അത് കഴിഞ്ഞാൽ അവർ അവരുടെ വീണ്ടും ലോക വിഷയങ്ങളിൽ വ്യാപൃതരായി. ഇതാണ് ലോക സ്വഭാവം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വിചാരം ചെയ്താൽ, ഇങ്ങനെയുള്ള സൂക്ഷ്മ വിചാരത്തിലൂടെ ഈ ലോക വ്യവഹാരങ്ങളുടെ മിഥ്യാത്വത്തെ ബോധിച്ച്, എന്നാൽ ലോകവ്യവഹാരങ്ങൾ ചെയ്യുകയും ചെയ്യാം. കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ലോകവ്യവഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ മിഥ്യാത്വം നമ്മൾ ബോധിച്ചുകൊണ്ട് അതിൽ അമിതമായിട്ട് അതിൽ സത്യത്വ ബുദ്ധി തോന്നിയാൽ അപകടമാണ്. സത്യത്വ ബുദ്ധിയല്ല, ഈ സത്യമല്ല, ഇത് കേവലം ഒരു സ്വപ്ന വ്യവഹാരം മാത്രമാണ്. സ്വപ്നത്തിൽ എങ്ങനെയാണ് ഒരു ലോകവും ലോകത്തുള്ള ബന്ധുജനങ്ങളും ലോകവ്യവഹാരങ്ങളും, അതുപോലെ തന്നെ ഇതൊരു ജാഗ്രത് സ്വപ്നമാണ്. സ്വപ്നത്തിലുള്ള സ്വപ്നം അല്പസമയം കൊണ്ടത് നിവൃത്തമാകുന്നു. ഇത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന, ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്നമാണ്. ഇതിനെ ജാഗ്രത് സ്വപ്നം എന്ന് പറയും. അപ്പോൾ ഈ ജാഗ്രത് സ്വപ്നമാണിത് എന്ന് കണ്ടറിഞ്ഞ് ഇത് യാഥാർത്ഥ്യമല്ല, സ്വപ്നകാലത്തിലുള്ള സ്വപ്നവും ഉറക്കത്തിലുള്ള സ്വപ്നവും ജാഗ്രതത്തിലുള്ള സ്വപ്നവും രണ്ടും സ്വപ്നമാണെന്ന് മനസ്സിലാക്കി ആ സ്വപ്നലോകത്ത് വ്യവഹരിച്ചു കൊള്ളുക. ഇത് സ്വപ്നമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ശക്തി ജാഗ്രതത്തിലുണ്ട്. ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം അനുഭവിക്കുമ്പോൾ അവിടെ ഇത് സ്വപ്നമാണെന്ന് നമ്മൾ അറിയുന്നില്ല, അത് താതാത്മ്യപ്പെടുകയാണ്. പക്ഷേ ജാഗ്രതത്തിൽ ഗുരുവചനങ്ങളിലൂടെ ശാസ്ത്രവാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ജാഗ്രതത്തിൽ ഇത് സ്വപ്നമാണ്, സ്വപ്ന സദൃശമാണ് ഈ ജാഗ്രത എന്ന് മനസ്സിലാക്കുവാനും മാറി നിന്ന് അതിനെ നിരീക്ഷിക്കുവാനും നമുക്ക് സാധിക്കുന്നൊരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വപ്ന സമാനമായ ജാഗ്രതത്തിനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഉയരുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ഈ ബന്ധനങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ, ഈ ലോകത്ത് മാത്രം നിലനിൽക്കുന്ന താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണ്. വെള്ളത്തിലൊഴുകുന്ന കാഷ്ടങ്ങൾ ഇടയ്ക്ക് ഒന്നിച്ചു കൂടിച്ചേരുന്നു, വീണ്ടും വിട്ടുപോകുന്നു. പാന്തർ വഴി പെരുവഴി അമ്പലം തന്നിലെ എന്ന് പറയുന്നത് പോലെ യാത്ര ചെയ്യുന്ന യാത്രികന്മാർ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സന്ധ്യാസമയത്ത് ഒരു പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടി പിറ്റേ ദിവസം വീണ്ടും അവരുടെ പ്രയാണം തുടരുന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് എന്നതുപോലെ ഈ ലോക ജീവിതത്തിൽ ഇടക്കാലത്ത് വന്നു ചേർന്ന് ഒരു ജീവന്മാരുടെ സംഘാതത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തതാണ് ഈ ബന്ധങ്ങൾ. ആ ജീവൻ എവിടെ നിന്നോ വന്നു, അത് കഴിഞ്ഞ് അവരുടെ പ്രാരബ്ധം കഴിയുമ്പോൾ ആ ജീവൻ വിട്ടുപോകുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എവിടെ നിന്നോ വന്ന് തൽക്കാലം ഒത്തുകൂടി വീണ്ടും വിട്ടുപോകുന്ന കേവലമായ ഒരു പ്രതിഭാസം മാത്രമാണ് ഈ ലോക ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് ലോകജീവിതത്തിൽ വ്യവഹാരധർമ്മം പാലിക്കുവാൻ ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ആ വ്യവഹാരധർമ്മങ്ങൾ ഗൃഹസ്ഥൻ്റെ ധർമ്മം ഗൃഹസ്ഥനും, ബ്രഹ്മചാരിയുടെ ധർമ്മം ബ്രഹ്മചാരിയും, വാനപ്രസ്ഥൻ്റെയും സന്യാസിയുടെയും ധർമ്മം അവരും അനുഷ്ഠിച്ചുകൊണ്ട്
സത്യം ഇതിനൊക്കെ ഉപരിയുള്ള ഏകവും അദ്വിതീയവുമായ പരമാത്മ സ്വരൂപം മാത്രമാണെന്നും നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം മിഥ്യയാണെന്നും ഉറപ്പിക്കുക. അത് ഉറച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളിലും എങ്ങനെ ഏർപ്പെട്ടാലും അത് താമര വെള്ളത്തിലെന്ന പോലെ ഇതൊന്നും ബാധിക്കാതെ എല്ലാത്തിലും ഭംഗിയായിട്ട് കളിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അതിൽ നിന്നൊക്കെ സംസ്കാരം ഉൾക്കൊണ്ട് വീണ്ടും ജീവിതം ജനന മരണ ചക്രത്തിൽ കറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ്, ഈ ഒരു പ്രപഞ്ച ജീവിതത്തിലെ ബന്ധത്തിൻ്റെയൊക്കെ മിഥ്യാത്വം മനസ്സിലാക്കുവാൻ വീണ്ടും വീണ്ടും നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇത്തരം ശ്ലോകങ്ങളിലൂടെ. അത് നല്ല പോലെ മനനം ചെയ്ത് നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആര് നിന്ദിച്ചാലും സ്തുതിച്ചാലും എല്ലാ ബന്ധങ്ങൾക്കും ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ മിഥ്യാവ്യവഹാരമാണെന്ന് അറിയുമ്പോൾ അന്ധഃകരണത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ സാധനയിലൂടെ മുന്നോട്ട് നയിക്കാൻ ഉപകാരപ്പെടുകയും ചെയ്യും. ഹരി ഓം.